റീഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് എലോങ് ദ കോസ്റ്റ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, കോസ്റ്റൽ പ്ലെയിനിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്താണ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്താണ്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പറയുന്ന ഓരോ ഡിവിഷനും എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്താണെന്ന് പഠിച്ചു. അവിടുത്തെ ക്ലാസിഫിക്കേഷൻ 2 ക്ലാസിഫിക്കേഷനുണ്ട്, നോർത്ത് സർക്കാരും കോറോമാൻഡൽ കോസ്റ്റും. അതെന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ഐലൻഡുകളെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആ ഇന്ത്യയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഇടതുവശത്ത് ഒരു കടലുണ്ട്. കടലിൻ്റെ പേരെന്താണ്, അറേബ്യൻ സീ എന്നാണ്. വലതുവശത്തുള്ള കടലിൻ്റെ പേരാണ് എന്ത്, ബേ ഓഫ് ബംഗാൾ. അപ്പോൾ അറേബ്യൻ സീയിൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഉണ്ട്, അതിൻ്റെ പേര് ലക്ഷദ്വീപ് ഐലൻഡും. ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കുറേ അധികം ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളുണ്ട്. അത് നമ്മൾ എന്ത് വിളിക്കും, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകൾ എന്ന് വിളിക്കും. ഈ പറയുന്ന ലക്ഷദ്വീപിനെ പറ്റിയിട്ടും ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളെ പറ്റിയിട്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ഇന്ത്യക്ക് 2 ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളാണ് ഉള്ളത്, ലക്ഷദ്വീപും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡും. അതിൽ അറേബ്യൻ സീയിൽ കാണപ്പെടുന്നതാണ് ലക്ഷദ്വീപ്, ബേ ഓഫ് ബംഗാളിൽ കാണപ്പെടുന്നതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അപ്പോൾ നമുക്ക് 2 ഐലൻഡ് ഗ്രൂപ്പാണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലക്ഷദ്വീപിനെ പറ്റിയാണ്. അപ്പോൾ ലക്ഷദ്വീപിനെ പറ്റി പറയുമ്പോൾ ലക്ഷക്കണക്കിന് ദ്വീപുകളൊന്നും എവിടെ ഇല്ല, ലക്ഷദ്വീപിലില്ല. ആകെ 36 ദ്വീപുകൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 230 മുതൽ 480 കിലോമീറ്റർ വരെ ഓരോ ഐലൻഡുകളുണ്ടല്ലോ. അപ്പോൾ 280 തൊട്ട് 480 കിലോമീറ്റർ വരെയുള്ള ദൂരത്തായിട്ട് കാണപ്പെടുന്ന ഐലൻഡാണ് എന്ത്, ലക്ഷദ്വീപ്. അതിൻ്റെ പ്രത്യേകത, ദേ ആർ ഫോംഡ് ബൈ കോറൽ റീഫ്. അപ്പോൾ എന്താണ് കോറൽ റീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പവിഴപ്പുറ്റുകൾ. അതാണെന്ത്, കോറൽ റീഫ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഈ കോറൽ ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കടലിനകത്ത് ചെറിയ ഉയർന്ന മൗണ്ടൻ്റെ ഭാഗം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക എന്ന് വിചാരിക്കുക. ഇവിടെ പണ്ട് ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രീച്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് എന്ത്, കോറൽ പോളിപ്പ്. അതാണ് കോറൽ പോളിപ്പ് എന്ന് പറയുന്ന എന്താണ് ഒരു ജീവിയുണ്ട്. അപ്പോൾ ഈ കോറൽ പോളിപ്പുകൾ സെക്രീറ്റ് ചെയ്യുന്ന കാൽഷ്യം കാർബണേറ്റ്, അതാണ് കറക്റ്റ് പറയുന്നത്. ഇതാണ് കാൽഷ്യം കാർബണേറ്റുകൾ ഫോം ചെയ്തിട്ടാണ് പവിഴങ്ങൾ ഉണ്ടാവുന്നത്, പവിഴത്തിൻ്റെ മുത്തുകൾ. അങ്ങനെയുള്ള പവിഴപ്പുറ്റുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഐലൻഡാണ് എന്താ, ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതായത് ലക്ഷദ്വീപ് ഫോം ചെയ്തിരിക്കുന്നത് എന്ത് കാരണമാണ്, കോറൽ റീഫുകൾ കാരണമാണ്. ഓക്കെ, അപ്പോൾ എത്ര ഐലൻഡുകളുണ്ട്, ലക്ഷക്കണക്കിനൊന്നുമില്ല, ആകെ 36 ഐലൻഡേ ഉള്ളൂ. അതിൽ 10 എണ്ണം മാത്രമേ ഇൻഹാബിറ്റഡ് ആയിട്ടുള്ളൂ. നമ്മുടെ പൃഥ്വിരാജിൻ്റെ അനാർക്കലി സിനിമയുടെ ലൊക്കേഷൻ ഈ പറയുന്ന ലക്ഷദ്വീപാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ആ സ്ഥലത്തെ പറ്റിയൊരു ഐഡിയ ഉണ്ടാകും. അതിലെ പ്രധാനപ്പെട്ട ഐലൻഡുകൾ ഒന്നാണ് കവരത്തി, അതാണ് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ. ആന്ത്രോത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഐലൻഡുമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര പോയിന്റുകൾ ഉള്ളത് കൊണ്ട് ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ, പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരള തീരത്ത് നിന്ന് 280 തൊട്ട് 480 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ കോറൽ റീഫ് അഥവാ പവിഴപ്പുറ്റുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്ന, മലയാളത്തിൽ എങ്ങനെയല്ലേ പറയുന്നത്, കോറൽ റീഫിന് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. മൊത്തം ഐലൻഡുകളുടെ എണ്ണം 36, അതിൽ ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഐലൻഡുകളുടെ എണ്ണം 10. ക്യാപിറ്റൽ കവരത്തി, ആന്ത്രോത്ത് ഏറ്റവും വലുത്. ലക്ഷദ്വീപിലെ ആൾക്കാരുടെ ജീവിതമാർഗ്ഗം നോക്കിയ 3 ജീവിതമാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന് ഫിഷിംഗ്, മറ്റൊന്ന് കൃഷി, അഥവാ നമ്മുടെ കൃഷി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റത്തില്ല, തെങ്ങാണ് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളത്. മറ്റൊന്നാണ് എന്ത്, ടൂറിസം. ഇത് 3മാണ് അവിടെ പ്രധാനമായിട്ടുള്ള ജോലികളെന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കടലിലാണ്, കടൽ തീരത്താണ്. ഫിഷിങ്ങിനെ പറ്റി പ്രത്യേകം പറയേണ്ട. ഇവിടുത്തെ ഡ്രൈഡ് ടൂണ, ഓക്കെ, ഡ്രൈഡ് ടൂണ, നമ്മുടെ ചൂര എന്ന് പറയുന്ന ഡ്രൈഡ് ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. തേങ്ങയിൽ നിന്ന് കൊപ്ര ഉണ്ടാക്കുന്നു, അതുപോലെ മറ്റ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നു. ടൂറിസം, അവിടെ അറിയാലോ, ഇപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് ഇതിനു വേണ്ടി പോകാറുണ്ട്, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടൂറിസവും ഉണ്ട്, സ്കൂബ ഡൈവിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത്.
ഇവിടെ ലഗൂൺസുകളുണ്ട്. അപ്പോൾ ലഗൂൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിനടുത്തായിട്ട് കടലിനോട് ചേർന്ന് ഈ മണൽത്തിട്ടകൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു ചെറിയ വാട്ടർ ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലഗൂൺ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ലഗൂൺ. എന്താ ഇവിടെ കണ്ടോ ലഗൂൺ? അതായത് നമ്മുടെ മെയിൻ കടലിൽ നിന്ന് അല്പം എന്തായിരിക്കും സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു വെള്ളം, ഒരു കുളം പോലെ ഒരു ഭാഗം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? ലഗൂൺ എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ ലഗൂണുകൾ വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരെപ്പറ്റി പറയാനുള്ളത്? ലക്ഷദ്വീപിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എന്തിലോട്ട് പോവാം? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലോട്ട് പോവാം. നമ്മുടെ കേരളത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് ബേ ഓഫ് ബംഗാൾ കടലിൽ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡാണ് എന്ത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് വോൾക്കാനിക് ഐലൻഡുകളാണ്. എന്ന് വെച്ചാൽ മറ്റത് കോറൽ റീഫ് ആയിരുന്നെങ്കിൽ ഇതെന്താണ്? വോൾക്കാനിക് ഒറിജിൻ ആണ്. അതായത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മലകളുടെ ഭാഗം കടലിനടിയിൽ മുങ്ങുകയും അതിൻ്റെ പൊങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ആൻഡമാനും നിക്കോബാറും ഐലൻഡുകൾ എന്ന് പറയുന്നത്. അരക്കിനിയോമ എന്ന് പറയുന്ന മ്യാൻമറിൻ്റെ ഭാഗത്തുള്ള ഒരു മലനിരകളുടെ ഭാഗമാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഐലൻഡുകളുണ്ട്. ഏതാണ്ട് 572ഓളം ചെറിയ ഐലൻഡുകളുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളാണ് മുകളിൽ കാണുന്നത്, നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളാണ് താഴെ കാണുന്നത്. നോക്കിയാൽ കാണാൻ പറ്റും ഈ ആൻഡമാൻ നിക്കോബാറിന് ഇടയിലായിട്ട് ഒരു ചെറിയ ലൈൻ ഉണ്ട്. ഇതിൻ്റെ പേരാണ് 10 ഡിഗ്രി ചാനൽ. ഓക്കെ, എന്താണ് 10 ഡിഗ്രി ചാനൽ? കടലിൽ ലാറ്റിറ്റ്യൂഡുകളുടെ ഡിവിഷനായിട്ട് ഓർത്ത് വയ്ക്കുക. ആൻഡമാനും നിക്കോബാറിനെയും രണ്ട് ഗ്രൂപ്പ് ഓഫ് ഐലൻഡിന് ഇടയിലുള്ള ഗ്യാപ്പ് ഇതുവഴി പോകുന്നതാണ് എന്ത്? ലാറ്റിറ്റ്യൂഡായിട്ടുള്ള 10 ഡിഗ്രി. സോ അതിനെന്ത് വിളിക്കും? 10 ഡിഗ്രി ചാനൽ എന്ന് വിളിക്കും. 572 ഐലൻഡുകൾ ഉണ്ടെങ്കിലും അതിലാകെ 38 എണ്ണം മാത്രമാണ് ഇൻഹാബിറ്റഡ്, എന്ന് വെച്ചാൽ താമസമുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഇവിടെ കാണുന്ന പോർട്ട് ബ്ലെയർ. കാരണം എന്താണ്? യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കേന്ദ്ര ഭരണ പ്രദേശമാണ്. അതൊരു സ്റ്റേറ്റോ എന്നല്ല, അതൊരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. ലെഫ്റ്റനന്റ് ഗവർണറാണ് ഭരിക്കുന്നത്. അപ്പോൾ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നതാണ് ആൻഡമാൻ നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരുണ്ടെന്നോ അല്ലെങ്കിൽ മനുഷ്യരുണ്ടെന്നോ അല്ല, നമ്മളിപ്പോൾ ഇത് ഇന്ത്യയുടെ രാജ്യമാണെന്നോ ഇന്ത്യയുടെ ഭാഗമാണെന്നോ ഒന്നും മനസ്സിലാക്കാത്ത, ഒന്നും അറിയാത്ത ഒരുപാട് ആദിമ മനുഷ്യരുടെ അതേ ജീവിത രീതി പിന്തുടരുന്ന ട്രൈബുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അവർ നമ്മളെ അടുപ്പിക്കത്തില്ല. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അവകാശവും ഇല്ല. ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് തടഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചുമ്മാ ചെന്ന് അങ്ങ് കയറാൻ പറ്റത്തില്ല. മാത്രമല്ല ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏക ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള ബാരൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇവിടെ കാണുന്നതാണ് എന്ത്? ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാരൻ ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട്. നമുക്കറിയാം അഗ്നിപർവ്വതങ്ങൾ അല്ലേ? ഈ പറയുന്ന മൗണ്ടനിൻ്റെ മുകളിൽ നിന്ന് ലാവ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്? വോൾക്കാനോ എന്ന് വിളിക്കുന്നത്. ഇന്നും ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് അവസാനമായിട്ട് 2018 ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നത്. ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ കിട്ടും. NDTV ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എടുത്ത വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ കണ്ടുപോക്കുക, നല്ല രസമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഈ പറയുന്ന ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള ബാരൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതല്ലാതെ വേറെയും ഒരുപാട് ഐലൻഡുകളുണ്ട്. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, പോർട്ട് ബ്ലെയർ, ലിറ്റിൽ ആൻഡമാൻ, സെന്റിനൽ ഐലൻഡ്. ഈ സെന്റിനൽ ഐലൻഡുകളിൽ എന്തുണ്ട്? നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുണ്ട്. ഇവിടെ പോകാൻ നമുക്ക് അവകാശമില്ല. നിങ്ങൾ ഇതും സെന്റിനൽ ഐലൻഡിലെ ട്രൈബുകളൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പഠിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്യാം. അതായത് ഫ്രീ ടൈം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളും വീഡിയോസൊക്കെ കാണുക. ഓക്കെ, ഇനി വരുന്ന ഒന്നാണ് ഇന്ദിര പോയിന്റ്. നിങ്ങൾ ഈ പിക്ചർ നോക്കി കാണാൻ പറ്റുന്നത് ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഈ സ്ഥലമാണ് എന്ത്? ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് GKയിൽ നമ്മൾ പഠിക്കുന്ന പോയിന്റാണ് ഏത്? ഇന്ദിര പോയിന്റ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2004 സുനാമിയിൽ ഇത് എന്ത് ചെയ്തു? ഇത് മുങ്ങിപ്പോയി. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഇന്ദിര പോയിന്റ് നേരെ കടലിന് മുകളിലായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ 2004 സുനാമിയിലാണ് എന്ത് ചെയ്യുന്നത്? അത് മുങ്ങി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ നമ്മളെ ജീവിത രീതി. നോക്കിയാൽ സിമ്പിളാണ്. ടൂറിസം പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ വനങ്ങളാണ്. അവിടെ അങ്ങനെ അധികം നമ്മൾ ഈ ലക്ഷദ്വീപ് പോലത്തെ ഒരു സ്ഥലമല്ല, കുറച്ചുകൂടി കാടാണ്. അത് നമുക്കൊരു സെല്ലുലാർ ജയിലൊക്കെ അവിടെ ഉണ്ട്. കാലാപാനി സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മോഹൻലാലിൻ്റെ. അതിൽ കാണിക്കുന്നത് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ അവിടുത്തെ സെല്ലുലാർ ജയിലുമാണ്. ഓക്കെ, അപ്പോൾ ബീച്ചുകളുണ്ട്, റോക്കി ഔട്ട്ക്രോപ്പുകളുണ്ട്, സീ ആർച്ചസും ക്ലിഫുകളും ടൈഡൽ ക്രീക്കുകളും ഒക്കെ. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അത് ജിയോമോർഫിക് ഫീച്ചറുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അതായത് തിക്കായിട്ടുള്ള കാടാണ് ഇവിടെ കാണപ്പെടുന്നത്.
ഇവിടെയും കോറൽ റീഫുകളും അതുപോലെ എന്താണ് ലൈംസ്റ്റോൺ കേവുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ് ടൂറിസത്തെ അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം ഫീച്ചേഴ്സുകളെ പറ്റി പറയുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ കോസ്റ്റൽ ലാൻഡ് ഫോംസ് എന്ന് വിളിക്കും. ഓക്കെ, കോസ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഈ കോസ്റ്റൽ ലാൻഡ് ഫോംസിനെ പറ്റി ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ ഒരു സീ ആർച്ച് എന്ന് പറയുന്നത് കണ്ടോ. നമുക്ക് ഇങ്ങനെ ആർച്ച് നമ്മുടെ കല്യാണത്തിനും നമ്മുടെ പരിപാടിക്കൊക്കെ വയ്ക്കുന്ന പോലത്തെ ആർച്ച് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലത്തെ കടലിൽ സ്വന്തമായിട്ട് ഉണ്ടാകുന്ന ഇങ്ങനത്തെ പലതരം ലാൻഡ് ഫോംസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഈ കാണുന്ന ലാൻഡ് ഫോംസ് ആണ്. അപ്പോൾ ഇവരെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമുക്ക് 2 ഐലൻഡുകളെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. അപ്പോൾ 2 ഐലൻഡുകൾ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അറിയാലോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റായി ചോദിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നോട്ട് വേണമെന്നുണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.